നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ പ്രവർത്തന പുസ്തകത്തിലെ 4-ാമത്തെ പാഠമായ പിറന്നാൾ സമ്മാനം എന്ന പാഠഭാഗമാണ്. പാഠഭാഗം നോക്കിയേ മക്കളെ. ഇവിടെ നടക്കുന്നവ, പറക്കുന്നവ, ഇഴയുന്നവ എന്നിങ്ങനെ 3 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോക്സിലും ഓരോ നിറവും കൊടുത്തിട്ടുണ്ട്. നടക്കുന്നവയ്ക്ക് മഞ്ഞ, പറക്കുന്നവയ്ക്ക് ചുവപ്പ്, ഇഴയുന്നവയ്ക്ക് നീല. 3 ജീവികളുടെ പേരും കൊടുത്തിട്ടുണ്ട്: കീരി, ആട്, പാമ്പ്. ഇനി ബാക്കി ഭാഗങ്ങൾ നമ്മളവിടെ എഴുതി ചേർക്കണം. നമുക്ക് പൂരിപ്പിക്കേണ്ടുന്ന ഭാഗത്ത് കാക്ക, ആന, പല്ലി, ഒച്ച് എന്നിങ്ങനെ എഴുതാം. നോക്കിയേ, ഇനി ഏത് നിറങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്? കീരി നടന്നു പോകുന്നവയല്ലേ, അപ്പോൾ കീരിക്ക് മഞ്ഞ നിറം, ആടിന് മഞ്ഞ, പാമ്പ് ഇഴയുന്നവയാണല്ലേ, പാമ്പിന് നീല, കാക്ക പറക്കുന്നു അതുകൊണ്ട് കാക്കയ്ക്ക് ചുവപ്പ്, ആന നടക്കുന്നു അതുകൊണ്ട് മഞ്ഞ, പല്ലി നീല, ഒച്ച് നീല. മക്കൾക്ക് ഇഷ്ടമുള്ള ജീവികളുടെ പേരെഴുതാം. എന്നിട്ട് അവയുടെ സഞ്ചാര രീതി അനുസരിച്ച് അനുയോജ്യമായ നിറം കൊടുത്താൽ മതി. അടുത്ത നോക്കിയേ മക്കളെ, ഇതിൽ ഒന്നിനെ വരയ്ക്കൂ. എന്താ മക്കളെ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ജീവികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിയുടെ ചിത്രം വരയ്ക്കുക. അലറലോട് അലറലാട് ആലയിൽ കാലികൾ. അലറലോട് അലറലാണ് ആലയിൽ കാലികൾ എന്നീ 4 വാക്കുകൾ ചേർന്നതാണ് ആ ഒരു വരി. വാക്കുകൾ മനസ്സിലാക്കിയിട്ട് ആ വരി തെറ്റാതെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുത്ത പേജ് നോക്കിയേ മക്കളെ. നാരകത്തിലെ മുത്ത്. പിറന്നാൾ സമ്മാനം എന്നായിരുന്നു പാഠപുസ്തകത്തിലെ തലക്കെട്ട്. കുഞ്ഞെഴുത്തിൽ നാരകത്തിലെ മുത്ത് എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എഴുതി ചേർക്കാനുള്ള പേജാണ്. അവിടെ ആ സ്ഥലം കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഒരു താറാവിൻ്റെ ചിത്രം ഒട്ടിക്കുക. എന്നിട്ട് എന്താ താറാവ് പറഞ്ഞേ നോക്കിയേ. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. അവിടെ അത് എഴുതുക. അതാ മുത്ത്, ആ മുത്ത് എനിക്ക് വേണം. അപ്പോൾ പട്ടിക്കുട്ടി താറാവിനോട് ചോദിക്കുകയാണ്, എന്തിനാ മുത്ത്? അപ്പോൾ കോഴി പറഞ്ഞു, അമ്മുക്കിടാവിന് സമ്മാനം നൽകാൻ. അതാ മുത്ത് എന്ന് താറാവ് പറഞ്ഞപ്പോൾ ഒരു തത്ത പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു. എന്നാൽ മരക്കൊമ്പിലിരിക്കുന്ന തത്തയെ അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മരക്കൊമ്പിലൊരു തത്തയെ വരച്ച് അതിന് നിറം കൊടുക്കണം. തത്ത നോക്കിയിട്ട് അവിടെ എങ്ങും മുത്ത് കണ്ടില്ല. അപ്പോൾ തത്ത താറാവിനോട് ചോദിച്ചു, അതാ നമ്മളവിടെ എഴുതേണ്ടത്, എവിടെ മുത്ത്? അപ്പോൾ താറാവ് മുത്തുള്ള കൊമ്പിലേക്ക് നോക്കി പറഞ്ഞു, ആ കൊമ്പിൽ. അപ്പോഴോ നമ്മുടെ ആട് കൊമ്പിലേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷെ ആട് അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ ആട് ചോദിക്കുകയാണ്, കൊമ്പിൽ എവിടെ? പക്ഷേ നമ്മുടെ പട്ടിക്കുട്ടി മുത്ത് കണ്ടു. അറ്റത്ത് തിളങ്ങി നിൽക്കുന്ന മുത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പട്ടിക്കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അറ്റത്ത്. ഇത് കേട്ട് പൂച്ച അറ്റത്തേക്ക് നോക്കി. പക്ഷേ പൂച്ച അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ പൂച്ച ചോദിക്കുകയാണ്, അറ്റത്ത് എവിടെ? അപ്പോൾ കോഴി ഇലയുടെ അടിയിലേക്ക് നോക്കി കൃത്യമായി പറഞ്ഞു, ഇലയുടെ അടിയിൽ. അടുത്ത പേജ് നോക്കിയേ മക്കളെ. ആര് പറിക്കും? നോക്കിയേ, ചിത്രത്തിൽ എന്താ കാണിച്ചിട്ടുള്ളത്? പൂച്ച എന്തിൻ്റെ മുകളിലിരിക്കുന്നു? നാരകത്തിൻ്റെ മുകളിലിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ് പൂച്ചയെ നീ കയറുക നിർബന്ധിച്ച് പൂച്ച എവിടെ കയറി? നാരകത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴോ നാരകം നിറയെ എന്താണ്? മുള്ളാണ്. പൂച്ചയുടെ കാലിൽ മുള്ളുകൊണ്ടു കാലിടറി. അങ്ങനെ കൊച്ചുപൂച്ച നാരകത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണുപോയി. ഇനി അവിടെ മരത്തിൽ കയറാൻ ആരുമില്ല അല്ലേ? അപ്പോൾ പട്ടിക്കുട്ടി താറാവിനോട് പറയുകയാണ്, ഇനി എങ്ങനെ പറിക്കും? അടുത്ത് നോക്കിയേ മക്കളെ. മേലേ മേലേ. നാരകത്തിൽ നിന്ന് വീണ പൂച്ചയ്ക്ക് വലിയ വിഷമമായി. ഇനി എന്ത് ചെയ്യും? കൂട്ടുകാരിങ്ങനെ ആലോചിച്ചു. അപ്പോൾ പൂച്ച പറഞ്ഞു, ഞാനൊരു വഴി പറയാം, മേലേ മേലേ നിന്നാൽ മതി. ആട്, പട്ടി, കോഴി, താറാവ് ഇവരെല്ലാവരുടെ മേലേ മേലെ നിൽക്കുന്ന ചിത്രം കണ്ടോ നിങ്ങൾ? കൊച്ചുപൂച്ച പറഞ്ഞു, എൻ്റെ പുറത്ത് മുള്ളുകൊണ്ടതാണ്, ഞാൻ താഴെ വീണതാണ്, അതുകൊണ്ട് എനിക്കിനി കയറാൻ വയ്യ. അങ്ങനെ അവൻ മാറിയിരുന്നു. മറ്റ് 4 പേരുടെ മേലെ മേലെ കയറി. എഴുതി ചേർക്കേണ്ടത് നോക്കിയ മക്കളെ. അടിയിൽ ആട്, ആടിനു മുകളിൽ പട്ടി, പട്ടിയുടെ മുകളിൽ കോഴി, കോഴിയുടെ മുകളിൽ താറാവ്. അടുത്ത ഭാഗം നോക്കിയ മക്കളെ. ചിരിയോ ചിരി. മേലെ മേലെ കയറിയിട്ട് അവർക്ക് മുത്ത് കിട്ടിയോ? അവിടെ എന്താ സംഭവിച്ചത്? ചിത്രം നോക്കിയേ, ആരാ വന്നതെന്ന്? കീരി വന്നു. കീരി വന്നപ്പോൾ എന്താ മക്കളെ അവിടെ സംഭവിച്ചത്? അതെല്ലാം നമ്മളവിടെ എഴുതി ചേർക്കണം. നോക്കിയേ, കീരിയെ കണ്ടപ്പോൾ നമ്മുടെ ആട് എന്ത് ചെയ്തു മക്കളെ? ആട് ചാടി. പട്ടി എന്ത് ചെയ്തു? പട്ടി കുരച്ചു. പട്ടിയുടെ കുര കേട്ട് കീരി എന്ത് ചെയ്തു? ഒറ്റ
ഒറ്റ ഓട്ടം. ആട് ചാടുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തിരുന്ന ജീവികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും മക്കളെ? അവർ താഴെ വീഴില്ലേ? അങ്ങനെ കോഴി വീണു, താറാവ് വീണു. വീണപ്പോൾ നമ്മുടെ കോഴിയും താറാവും വേദനിച്ച് കരഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കൊച്ചുപൂച്ച പൊട്ടിച്ചിരിച്ചു. ഇനി നമുക്കവിടെ എഴുതി ചേർക്കാം. ആട് ചാടി, പട്ടി കുരച്ചു, കീരി ഒറ്റ ഓട്ടം, കോഴി വീണു, താറാവ് വീണു, കൊച്ചുപൂച്ച ചിരിച്ചു. അടുത്ത നോക്കിയേ മക്കളെ, പിറന്നാൾ സമ്മാനം. നോക്കിയേ, പൂമ്പാറ്റ. എങ്ങനെയുള്ള പൂമ്പാറ്റയാണ്? ചേലുള്ള പൂമ്പാറ്റ. അങ്ങനെ നമുക്കവിടെ എഴുതാം. അടുത്ത് നോക്കിയേ, ഡാഷ് അമ്മുക്കിടാവിന്. നമുക്ക് എന്തെഴുതാം അവിടെ? പൂമ്പാറ്റ അമ്മുക്കിടാവിന് ഡാഷ് നൽകി. എന്ത് നൽകി? തേനുമ്മ നൽകി. എല്ലാവർക്കും സന്തോഷമായി. കൊള്ളാം കൊള്ളാം, മുത്തം കൊള്ളാം. ഇത്രയും നമുക്ക് എഴുതി ചേർക്കാം. നമ്മുടെ പട്ടിക്കുട്ടി എന്താ മക്കളെ പറയുന്നത്? പിറന്നാൾ സമ്മാനം മുത്തല്ല, മുത്തം. അമ്മുക്കിടാവിന് പൂമ്പാറ്റയുടെ കയ്യിൽ നിന്നും കിട്ടിയ പിറന്നാൾ സമ്മാനം എന്തായിരുന്നു മക്കളെ? തേനുമ്മയായിരുന്നു, മുത്തമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ അമ്മുക്കിടാവ് പറയുകയാണ്, ഒന്നാം തരം മുത്തം തന്നെ എനിക്ക് പൂമ്പാറ്റ നൽകിയത്. നൽകിയ പിറന്നാൾ സമ്മാനം ഒന്നാം തരം ഒരു ചക്കരയുമ്മയായിരുന്നു. അടുത്ത പേജ് നോക്കിയേ, പശു. പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത്? തന്നിട്ടുള്ള ചിത്രം നോക്കി എന്താണ് കർഷകൻ പശുക്കിടാവിനോട് പറഞ്ഞതെന്ന് നമുക്കവിടെ എഴുതാം. അടുത്ത് നോക്കിയേ, കർഷകൻ പശുവിനെ കുളിപ്പിക്കുന്നു. അപ്പം പശു പറയുകയാണ്, നല്ല പോലെ കുളിപ്പിക്കണേ. ഇത് വൃത്തിയെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്. കന്നുകാലികളെയും എന്ത് ചെയ്യണം? കുളിപ്പിച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. അടുത്ത ചിത്രം നോക്കിയേ മക്കളെ, കർഷകൻ പശുവിന് കാടി കൊടുക്കുന്നു. അപ്പോൾ എന്താണ് കർഷകൻ പറയുന്നത്? പശു കാടി നിറയെ കുടിച്ചോളൂ. കർഷകന് പശുവിനോടുള്ള സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കർഷകൻ പശുവിനെ കറക്കുന്നതാണ് അടുത്ത ചിത്രം. പശുവിൻ്റെ പാല് പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതല്ലേ? നമുക്ക് പശു പാൽ തരുന്നതാണോ മക്കളെ? അല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളതിനെ കറന്നെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പശു എന്തായിരിക്കും മക്കളെ പറഞ്ഞിട്ടുണ്ടാവുക? മൊത്തം കറക്കരുതേ, കുഞ്ഞു പട്ടിണിയാകും. അതിന് കുഞ്ഞിനോടുള്ള കരുതലും സ്നേഹവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത നോക്കിയേ, വിരൽ ചിത്രങ്ങൾ. ഇവിടെ മക്കൾക്ക് വിരൽ ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത്. ഇവിടെ കൈവിരലിൽ മഷി പുരട്ടി പതിപ്പിച്ചിട്ടുണ്ട്. ഇനി അവയെ മക്കൾക്ക് ജീവികളാക്കിയാൽ മതി. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള വളർത്തു ജീവികളുടെ വിരൽ ചിത്രങ്ങൾ ഇവിടെ വരച്ചെടുക്കുക. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. മക്കള് ചിത്രങ്ങൾക്കെല്ലാം അനുയോജ്യമായ നിറം കൊടുത്ത് ഭംഗിയുള്ളതാക്കണം. ക്ലാസ് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്